ഇറങ്ങിയില്ലേ കണ്ണാ നീ ഇതുവരെ? സുഹാസിനി അമ്മ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്നത് ബെഡിൽ തലതാഴ്ത്തിയിരിക്കുന്ന ധ്രുവിനെയാണ്. തൻ്റെ അമ്മയുടെ ശബ്ദം കേൾക്കെ അവൻ മുഖമുയർത്തി അവരെ ഒന്ന് നോക്കി. തൻ്റെ മകൻ്റെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ കാണെ ആ അമ്മയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. എനിക്ക് വയ്യ മോനെ നിന്നെ ഇങ്ങനെ കാണാൻ. എന്നെ കൂടെ ധർമ്മസങ്കടത്തിലാക്കരുത് കണ്ണാ നീ. അവർ അവൻ്റെ അരികിൽ വന്നിരുന്ന് നെറുകയിൽ മെല്ലെ തലോടി. എല്ലാം മറക്കാൻ സമയം വേണമെന്നതുപോലെ അതിനിണങ്ങുന്ന സാഹചര്യം കൂടെ വേണം മോനെ. നിന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ നിന്നെക്കൊണ്ട് അതിന് സാധിക്കും. താലി കെട്ടിയ പെണ്ണിനെ അവഗണിക്കാനുള്ളിൽ നന്മയുള്ള ആർക്കും കഴിയില്ല. അമ്മയുടെ മോൻ മറ്റൊന്നും ചിന്തിക്കാതെ പോയി റെഡിയായി വാ. പെണ്ണിൻ്റെ വീട്ടുകാരോട് 10 മണിക്ക് എത്തുമെന്നാ പറഞ്ഞിരിക്കണേ. ചെല്ല് കുഞ്ഞേ. അമ്മ പൊയ്ക്കോ, ഞാൻ റെഡിയായി വരാം. അവരുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ എഴുന്നേറ്റ് പോകുമ്പോൾ സുഹാസിനിയമ്മ തൻ്റെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അശോകേട്ടൻ അതിരാവിലെ തന്നെ ഇത് എങ്ങോട്ടാ? ഇന്ന് ഓഫീസിൽ പോകുന്നില്ല എന്നല്ലേ പറഞ്ഞത്? സുചിത്ര അയാൾക്കുള്ള ചായയും കൊണ്ട് അരികിലേക്ക് വന്നു. ഓഫീസിലേക്കല്ലടോ, മറ്റൊരിടത്തേക്ക്. പിന്നെ ഞാൻ മാത്രമല്ല, നമ്മൾ രണ്ടാളും ഒന്നിച്ചാണ് പോകുന്നത്. ഒന്നിച്ചോ? എങ്ങോട്ട്? പിള്ളേരെ ഇങ്ങനെ വിട്ടാൽ മതിയോ? അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണ്ടേ സുജി? അഭിമോനെ ഞാൻ ഇന്നലെയും കണ്ടപ്പോൾ അവൻ പറഞ്ഞു അങ്കിൾ വന്ന് അച്ഛനോട് സംസാരിക്കാൻ. അശോക് അതും പറഞ്ഞ് ടേബിളിലിരുന്ന് തൻ്റെ വാച്ചെടുത്ത് കയ്യിൽ കെട്ടി. പോയി സംസാരിച്ച് അതിലൊരു തീരുമാനം എടുക്കാം നമുക്ക്. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ അശോകേട്ടന് ഒന്നും തോന്നരുത്. നമുക്ക് ഒരു മകൾ മാത്രമല്ല ഉള്ളത്, ഒരു മകനും കൂടെയുണ്ട്. താഴത്തും തറയിലും വയ്ക്കാതെ നിങ്ങൾ കൊണ്ടു നടന്ന മകൻ നന്ദു. അവനെക്കുറിച്ച് നിങ്ങൾ മറന്നു. ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് ഒരമ്മയുടെ വേദനയായിരുന്നു. സുജി, ഞാൻ ആരെയും മറന്നിട്ടില്ല. അവനാ എന്നെയും നിന്നെയും ഒക്കെ മറന്ന് ആർക്കും വേണ്ടാത്ത ഒരു പെണ്ണിൻ്റെ പിറകെ പോയത്. സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും പോലും അവളെ വേണ്ട. പിന്നെ എന്ത് കണ്ടിട്ടാ എൻ്റെ മകൻ്റെ മനസ്സ് മാറിയത് എന്ന് എനിക്കറിയില്ല. പക്ഷേ അവനെന്ന് അവളുമായി ബന്ധം ഉപേക്ഷിച്ചു വരുന്നോ അന്ന് മാത്രമേ ഇനി എനിക്ക് അങ്ങനെ ഒരു മകനുള്ളൂ. വല്ലാത്തൊരമർഷമായിരുന്നു അയാളുടെ വാക്കിലും ശബ്ദത്തിലും. എന്നാൽ അത് കേട്ട് സുചിത്രയ്ക്ക് പുച്ഛമാണ് തോന്നിയത്. എനിക്ക് സഹതാപം തോന്നുന്നു അശോകേട്ടാ നിങ്ങളോട്. ചില നാലാംകിട അമ്മായിയമ്മമാരെ പോലെ മരുമകളെ ദ്രോഹിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? സ്വന്തം മകൻ്റെ താലിയാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്നത് എന്ന ബോധമില്ലേ നിങ്ങൾക്ക്? ഇതേ നിങ്ങളാണോ സ്വന്തം മകൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നത്? നാളെ നിങ്ങൾ അവളുടെ താലിയും മറക്കാൻ നോക്കില്ല എന്ന് എന്താ ഉറപ്പ്? കേട്ടാൽ അറപ്പുളവാകുന്ന ചീത്തയ്ക്കൊപ്പം അയാൾ അവരുടെ കവിളിൽ ആഞ്ഞടിച്ചു. പിഴുതെടുക്കും ഞാൻ നിന്റെ നാവ്. എൻ്റെ മക്കളെയും ആർക്കും വേണ്ടാത്ത ആ നാശത്തിനെയും വെച്ച് താരതമ്യപ്പെടുത്തരുത് നീ. നശിച്ചവൾ എല്ലാവരെയും കൊലയ്ക്ക് കൊടുക്കാൻ നടക്കുക. അതിൽ സ്വയം ചാടിയ നിന്റെ മകൻ. അത് അവന് താമസിക്കാതെ മനസ്സിലായിക്കോളും. അന്ന് വരെ ഉണ്ടാവും അവൾക്ക് അവൻ്റെ ഭാര്യ പദവി. ഞാൻ നിനക്ക് വേണ്ടി 15 മിനിറ്റ് വെയിറ്റ് ചെയ്യും. സമ്മതമാണെങ്കിൽ ഒരുങ്ങി വാ. ഇനിയില്ല മരുമകളെയും കെട്ടിപ്പിടിച്ച് ഇരിക്കാനാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നേ. പുച്ഛത്തോടെ അവരെ നോക്കി അയാൾ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ സുജി തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ച് നിമിഷങ്ങളോളം ചുവരിൽ ചാരി നിന്നു. കാലം തെളിയിക്കാത്ത കണക്കുകളില്ലല്ലോ. എല്ലാവർക്കും അവളെ മനസ്സിലാകുന്ന ഒരു ദിവസം വരും. അവരുടെ ഉള്ളിലിരുന്ന് ആരോ പറയും പോലെ ആ വാക്കുകൾ മുഴങ്ങി. ഏകദേശം 10:30 ധ്രുവന്റെ കാർ മംഗലത്ത് വീടിന്റെ പടിപ്പുര കടന്നു ചെന്നു. സുഹാസിനി അമ്മയും ഭാര്യരും ധ്രുവന്റെ ഒരു സുഹൃത്തുമാണ് അവനോടൊപ്പം ഉണ്ടായിരുന്നത്. ശ്യാമളെ, ദേ അവരൊക്കെ എത്തി. വാ വാ, എല്ലാവരും അകത്തേക്ക് വാ. കാണാൻ അല്പം പ്രായം തോന്നിക്കുന്ന ഒരാൾ പുറത്തേക്കിറങ്ങി എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. ഭാര്യരും സുഹാസിനി അമ്മയും പുഞ്ചിരിയോടെ അയാൾക്കൊപ്പം അകത്തേക്ക് കയറുമ്പോൾ ശ്രീനേഷ് ധ്രുവിന്റെ കയ്യിൽ പിടിച്ച് അവിടെ നിർത്തി. നിന്റെ ഭാര്യ അകത്ത് പ്രസവിക്കാൻ കിടക്കുവാണോ ധ്രുവ? അല്ല, നിന്റെ മുഖഭാവം കണ്ട് ചോദിച്ചതാ. വിഷാദം നിറഞ്ഞിരിക്കുന്ന ആ മുഖം കണ്ട് അവൻ അല്പം നീരസത്തോടെ ചോദിച്ചുവെങ്കിലും ധ്രുവിൽ മൗനമായിരുന്നു. ദേ, ആ ഇരിക്കുന്ന നിന്റെ അമ്മയെക്കുറിച്ച് നീ ഇടയ്ക്കെങ്കിലും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നിനക്ക് വേണ്ടി മാത്രമാണ് ആ പാവം ജീവിക്കുന്നത് തന്നെ. ആ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും ഒന്ന് മാറാൻ ശ്രമിക്കുന്നേ. എൻ്റെ അമ്മയെ ഓർത്തു മാത്രമാണ് ശ്രീ ഞാനിന്ന് ഇവിടേക്ക് വന്നത് തന്നെ. പിന്നെ ഞാനും മനുഷ്യനല്ലേ, കുറച്ച് സമയം വേണം എനിക്കെല്ലാം. അസ്വസ്ഥതയോടെയുള്ള വാക്കുകൾ അവൻ പ്രകടിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. പിറകെ ശ്രീയും. ഇതാണ് പയ്യൻ ധ്രുവ് മാധവ്. ഇത് അമ്മ സുഹാസിനി. ബ്രോക്കർ എല്ലാവരെയും പരിചയപ്പെടുത്തുമ്പോൾ അകത്തുനിന്ന് ഒരു സ്ത്രീയും ഇറങ്ങി വന്നു. ഇത് എൻ്റെ ഏട്ടനാണ്, ശേഖര വാര്യർ. സുഹാസിനി അമ്മ തന്നെ വാര്യരെ ചൂണ്ടി പറഞ്ഞു. ശേഖര വാര്യരെ ആർക്കാ അറിയാത്തത്? ഈ നാട്ടിലുള്ളവരുടെ ദൈവമല്ലേ? അയാൾ തെല്ലുറക്കെ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ സുധാകരക്കുറുപ്പ്. ഇതെൻ്റെ ഭാര്യ ശ്യാമള. എന്നാ പിന്നെ ഇനി മോളെ വിളിക്കാമല്ലേ? ശ്യാമളെ, മോളെ വിളിക്ക്. അത് കേൾക്കെ ആ സ്ത്രീ വേഗം അകത്തേക്ക് കയറിപ്പോയി. ഞങ്ങൾക്ക് അവൾ ഒറ്റ മകളാണ്. ഒരുപാട് ആലോചനകൾ വന്നു പെണ്ണിന്. ഒന്നും പിടിക്കുന്നില്ല.
എന്താ ചെയ്യാ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഇഷ്ടമല്ലേ. അല്ല, മോൻ എന്തു ചെയ്യുന്നു? അവിടുത്തെ സംസാരമൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്ന ധ്രുവനോടായി അയാളുടെ ആ ചോദ്യം. അത് കേട്ട് അവൻ അയാളെ ഒന്ന് നോക്കി. ഞാൻ കോളേജിലെ ലെക്ചറാണ്. അല്പം ഗൗരവത്തിൽ തന്നെ അവൻ പറഞ്ഞു. നിശബ്ദതയ്ക്ക് മേൽ പാദസര കിളുക്കം കേൾക്കെ എല്ലാവരുടെയും ശ്രദ്ധ അനുനിമിഷം കൊണ്ട് മുന്നിലേക്കായി. ഒപ്പം ധ്രുവിൻ്റെയും. കാണാൻ അതിമനോഹരിയായ ഒരു പെൺകുട്ടി. ഇടുപ്പ് കഴിഞ്ഞു കിടക്കുന്ന മുടിയാണ് അവളുടെ സൗന്ദര്യമെന്ന് തോന്നിപ്പോകും. ചന്ദനത്തിന്റെ നിറം. വളഞ്ഞ പിരികക്കൊടിയും അതിന് നടുവിലായി കുഞ്ഞ് കറുത്ത പൊട്ട് വെച്ചിട്ടുണ്ട്. അതിനു മുകളിൽ ചന്ദനവും. ചുവപ്പിൽ ഓറഞ്ച് വർക്ക് വരുന്ന സാരിയിൽ വല്ലാത്തൊരു ഭംഗിയായിരുന്നു അവൾ. ഒറ്റ നോട്ടത്തിൽ തന്നെ സുഹാസിനി അമ്മയുടെ മനം നിറഞ്ഞു. അവർ തന്റെ മകനെ ഒന്ന് നോക്കുമ്പോൾ അവന്റെ ശ്രദ്ധ മറ്റെങ്ങോയാണ്. എല്ലാവർക്കും ചായ കൊടുക്കും മോളെ. സുധാരക്കുറുപ്പ് അത് പറയവേ ആ കുട്ടി മുന്നോട്ട് വന്ന് എല്ലാവർക്കും ചായ കൊടുത്തു. ഒടുവിലായി ധ്രുവിന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കവേ അവൾ കണ്ണുകൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. ആ നിമിഷം തന്നെ അവൻ അവളെയും. സങ്കോചമേതുമില്ലാതെ അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ തിരികെ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ധ്രുവിന്. അവനും തിരികെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു. ശിവ, നീ റെഡിയായില്ലേ ഇതുവരെ? ത്രിലോക് ഓഫീസിൽ പോകാൻ റെഡിയായി വന്നിട്ടും പുറത്തേക്ക് കാണാത്ത ശിവയോടായി അവൻ വിളിച്ചു ചോദിച്ചു. ഇന്നു മുതലാണ് അവൾ ലക്ഷ്യയോടൊപ്പം രാജ്ന്യൂസിൽ പോയി തുടങ്ങുന്നത്. രാവിലെ പണികളെല്ലാം കഴിഞ്ഞ് ഒരുങ്ങാൻ കയറിയതാണ്. അവൾ ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. നന്ദേട്ടൻ പൊയ്ക്കോ, ഞാൻ പിറകെ ഇറങ്ങിക്കോളാം. ഇത് ഉടുത്തിട്ടും ശരിയാവുന്നില്ല. വാതില് തുറന്ന് തല മാത്രം പുറത്തേക്ക് ഇട്ടുകൊണ്ടവൾ പറയുമ്പോൾ ത്രിലോക് തന്റെ കയ്യിലെ വാച്ചിലേക്ക് ഒന്ന് നോക്കി. എനിക്ക് ടൈമായി. നീ എന്തായാലും അവിടെ എത്തുമ്പോൾ എന്നെ വിളിക്ക്. അതിന് അവളൊന്ന് തലയാട്ടി. ത്രിലോക് ഡോർ അടച്ച് പുറത്തേക്ക് പോകുമ്പോൾ ശിവ വേഗം റെഡിയാകാൻ തുടങ്ങി. ലക്ഷ്യയുടെ നിർബന്ധമായിരുന്നു ആദ്യ ദിവസം സാരി ഉടുക്കണമെന്നത്. പക്വത തോന്നാനാണത്രേ. ഒരുവിധം എങ്ങനെയൊക്കെയോ ത്രിലോക് വാങ്ങിക്കൊടുത്ത സാരി ഉടുത്ത് അവളൊന്ന് ഒരുങ്ങിയിറങ്ങി. അധികം ഒരുക്കമൊന്നും പണ്ടേ ഇല്ലാത്തതുകൊണ്ട് വേഗത്തിൽ തന്നെ അവൾ ഇറങ്ങി. നെറ്റിയിലൊരു പൊട്ടും നെറുകയിൽ സിന്ദൂരവും മാത്രമാണ് അവളുടെ ഒരുക്കം. പോകാനായി റൂമിൽ നിന്ന് ഹാളിലേക്ക് വരുമ്പോൾ അവിടെ സോഫയിലിരിക്കുന്ന ആളെ കണ്ട് ശിവ ഒന്ന് ഞെട്ടി. എന്നാൽ ആ ആളുടെ മുഖത്ത് ദേഷ്യവും പുച്ഛവുമായിരുന്നു. എന്താ, ഞെട്ടിയോ? എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ചാന്ദിനി സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ശിവയ്ക്ക് മുന്നിലായി വന്നു നിന്നു. ശിവ അവളെ നോക്കി നിന്നതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. അല്ല, എന്താ മോളുടെ ഉദ്ദേശം? എന്നെയും നാഥുവിനെയും തമ്മിൽ തെറ്റിച്ചിട്ട് അവനെ ഒറ്റയ്ക്കങ്ങ് കൊണ്ടുപോകാമെന്നാണ് നിന്റെ വിചാരമെങ്കിൽ അത് നടക്കില്ലടി. ഞാൻ അറിഞ്ഞു നിന്നെ അവൻ താലി കെട്ടാൻ ഉണ്ടായ സാഹചര്യമൊക്കെ. അവനെ കുടുക്കിയതാ അല്ലേ നീ? കൊള്ളാം, മിടുക്കി തന്നെ നീ. പുച്ഛം കൊണ്ട് തീർത്ത വാക്കുകൾക്ക് മുന്നിൽ ശിവ മൗനം പാലിക്കുമ്പോൾ ചാന്ദിനിയിൽ അതൊരാവേശമായി നിറച്ചു. സത്യത്തിൽ അവനോട് നിനക്ക് പ്രണയമുണ്ടോ? അതോ അവന്റെ ക്യാഷും സ്വത്തും കണ്ട് ജീവിതം സേഫാക്കാൻ നീ കളിച്ച നാടകമാണോ? അത്രയും നേരം മൗനം പാലിച്ചു നിന്ന ശിവയിൽ അവളുടെ ആ വാക്കുകൾ കൊണ്ടു. ആരോട് മുഖം കറുപ്പിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത അവൾക്ക് അന്ന് എന്തൊക്കെയോ വിളിച്ചു പറയാൻ തോന്നി. അല്ല, അവനോട് ഏതൊരു പെണ്ണിനും പ്രണയം തോന്നും, അത് സ്വാഭാവികം. പക്ഷേ നിന്നെ പോലൊരുത്തിക്ക് പ്രണയമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ചു ബുദ്ധിമുട്ടാണ്. അതിന് ചേച്ചിയോട് ഞാൻ പറഞ്ഞോ വിശ്വസിക്കാൻ? ചന്തുവിന്റെ ശബ്ദത്തിന് മേൽ ഇത്തവണ ശിവയുടെ ശബ്ദം അവിടെ ഉയർന്നു. എന്റെ പ്രണയം അളക്കാൻ എന്തായാലും ചേച്ചിയെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് അതിന് ശ്രമിക്കാതിരിക്കുന്നതാകും നല്ലത്. പിന്നെ ചേച്ചി പുകഴ്ത്തി പറയുന്ന നാഥു എന്ന എന്റെ നന്ദേട്ടൻ കള്ള നാടകം കാണിച്ചാൽ വീഴാൻ മാത്രം ബുദ്ധിയില്ലാത്ത പൊട്ടനൊന്നുമല്ല. ആ മനുഷ്യൻ എന്നെ താലി കെട്ടിയിട്ടുണ്ട് എങ്കിൽ എന്റെ സ്നേഹം അല്പമെങ്കിലും തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാ. അല്ല, ഒരു സംശയം. നന്ദേട്ടൻ നിങ്ങളുടെ വെറുമൊരു ഫ്രണ്ട് മാത്രമല്ലേ? അല്ലാതെ കാമുകനൊന്നും അല്ലാലോ ആളുടെ കാര്യത്തിൽ ഇത്രയ്ക്കങ്ങ് സങ്കടം തോന്നാൻ. എന്റെ നന്ദേട്ടന് ഞാനുണ്ട്. ഈ താലി എന്റെ കഴുത്തിൽ നിന്ന് പോകുന്നത് വരെ നന്ദേട്ടൻ എന്റേത് മാത്രമായിരിക്കും. വിട്ടുകൊടുക്കില്ല ഞാൻ ആർക്കും. അങ്ങനെ കൊടുക്കാനായിരുന്നുവെങ്കിൽ അത് മുന്നേ ആകാമായിരുന്നു എനിക്ക്. അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ ചന്തുവിന്റെ കണ്ണുകൾ ദേഷ്യം ജ്വലിക്കുന്നുണ്ടായിരുന്നു. നീ അപ്പോ എനിക്കെന്റെ നാഥുവിനെ വിട്ടുതരില്ല അല്ലേ? സോറി ചേച്ചി, ബുദ്ധിമുട്ടാണ്. സ്വന്തം ഭർത്താവിനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ മാത്രം നല്ല മനസ്സൊന്നും എനിക്കില്ല. നന്ദേട്ടൻ ഈ ശിവതയുടെ മാത്രമാ. ഞങ്ങൾക്കിടയിലേക്ക് മറ്റൊരാൾ വന്നാൽ പോലും സഹിക്കില്ല ഞാനത്. ഇത്തവണ ദേഷ്യം നിറഞ്ഞത് ശിവയിലായിരുന്നു. മുഖമാകെ മുറുകി ചുവന്നു. ത്രിലോക് എന്ന അവളുടെ ഭ്രാന്ത് പൂർവാധികം ശക്തമായി ഉണരുകയായിരുന്നു ആ നിമിഷം. അതോടൊപ്പം മറ്റെന്തോ ഒരു ശക്തിയും അവളിൽ പിടികൂടി. അങ്ങനെയാണെങ്കിൽ നീ വേണ്ട ഇനി ഈ ഭൂമിയിൽ. ചന്തു അവൾക്കരികിലേക്ക് ആഞ്ഞുകൊണ്ടുവന്ന് അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുമ്പോൾ ശിവ പിന്നിലേക്ക് ആഞ്ഞുപോയി. നിമിഷനേരം കൊണ്ട് ശിവ അവളുടെ കൈകൾ തട്ടി എറിഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. ചാന്ദിനിയുടെ മുഖം ഒരു സൈഡിലേക്ക് ചരിഞ്ഞുപോയി. ഡി, നീ എന്നെ തല്ലിയല്ലേ? തല്ലിയതല്ലാലോ, നീ അത് ചോദിച്ചു വാങ്ങിയതല്ലേ? പിന്നിൽ നിന്ന് കേട്ട ആ ശബ്ദത്തിൽ ഇരുവരും ഒരു ഞെട്ടലോടെ നോക്കി. ഡോർ സൈഡിൽ കൈകൾ രണ്ടും മാറിൽ പിണച്ചുകെട്ടി ഗൗരവഭാവത്തിൽ നിൽക്കുന്ന ത്രിലോക് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തുവെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് വ്യക്തം.
നാദു, നന്ദേട്ടൻ. ഒരേ സമയം അവർ ഇരുവരിലും നിന്ന് അവന്റെ പേര് പുറത്തേക്ക് വന്നു. നാദു, ഇവൾ എന്നെ തല്ലിയത് നീ കണ്ടോ? എന്നെ തല്ലാൻ മാത്രം ഇവൾ ആരാ നാദു? എനിക്കിപ്പോ അറിയണം, നിനക്ക് ഞാനാണോ അതോ ഇവളാണോ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന്. ചന്തു ത്രിലോകിന്റെ അരികിലേക്ക് വന്നു അവന്റെ കയ്യിൽ പിടിച്ചുലച്ചുകൊണ്ട് ചോദിച്ചു. ശിവ അവനെ തന്നെ നോക്കി നിന്നു. എന്താകും അവൻ പറയുക എന്ന ആദിയിലായിരുന്നു അവളുടെ മുഖം. ഇവൾ എന്റെ ആരാണെന്ന് ചന്തുവിന് അറിയോ? ശിവയെ അവൻ പിടിച്ച് അവന്റെ അരികിലേക്ക് നിർത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ ചാന്ദിനി അവരെ തുറച്ചു നോക്കി. ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണ്, എന്റെ ഭാര്യ, ആ അവളാണോ എന്റെ ഫ്രണ്ടായ നീയാണോ എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് ചോദിച്ച നിനക്കാണ് തെറ്റിയത്. ത്രിലോകിന്റെ ഇപ്പോഴത്തെ ഫസ്റ്റ് പ്രയോറിറ്റി അത് ശിവ തന്നെയാണ് ചന്തു. അത് പറയാൻ എനിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവളെ ഇനിയും വേദനിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല. ആരെയും കൊണ്ട് വേദനിപ്പിക്കാനും ഞാൻ സമ്മതിക്കില്ല. ഈ ത്രിലോകിന്റെ പാതിയായി ഇവൾ. ഞാൻ ഈ പറഞ്ഞതൊക്കെ ചന്തുവിന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തന്നെ ആ നെഞ്ചോട് ചേർത്ത് തന്റെ നന്ദേട്ടൻ പറഞ്ഞ ഓരോ വാക്കും അവളുടെ ഹൃദയത്തിലേക്കാണ് തുളഞ്ഞു കയറിയത്. കണ്ണുകൾ ഈറനണിഞ്ഞു. വിതുമ്പാനൊരുങ്ങിയ ചുണ്ടുകളെ അവൾ അടക്കി നിർത്തി. ശിവയെ ഇത്തിരി നിമിഷം കണ്ണെടുക്കാതെ നോക്കി നിന്നു ചാന്ദിനി. ശേഷം കാറ്റുപോലെ അവൾ പുറത്തേക്ക് പാഞ്ഞു. നന്ദേട്ടൻ ഓഫീസിൽ പോയില്ലായിരുന്നോ? സോഫയിലിരുന്ന് അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി നോക്കി അവൾ. പോകാൻ തോന്നിയില്ല. ഗൗരവത്തിലാണ് ആ ശബ്ദമെങ്കിൽ പോലും അതിൽ ഒളിഞ്ഞിരിക്കുന്ന വികാരം അവൾ തിരിച്ചറിഞ്ഞു. നെഞ്ചൊക്കെ വല്ലാതെ വിങ്ങുന്ന പോലെ. എന്നോ ആഗ്രഹിച്ചു പോയ ജീവിതം തനിക്കരികിൽ എത്തിയ പോലെ തോന്നി ശിവയ്ക്ക്. ഞാൻ വേദേട്ടനെ വിളിച്ചു പറയട്ടെ? നാളെ മുതൽ വരാന്ന്. അവന്റെ അരികിൽ നിന്ന് അകലാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. അവനോട് ഇഴുകിയിരിക്കാൻ അത്രമേൽ ആഗ്രഹം പോലെ. ഒരു മൂളൽ മാത്രം. പക്ഷെ അത് മാത്രം മതിയായിരുന്നു ശിവയ്ക്ക്. ആഗ്രഹം കൊണ്ട് ചോദിച്ചതാണെങ്കിലും അവൻ സമ്മതിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അതുകൊണ്ട് തന്നെ ഞെട്ടലോടെയും സന്തോഷത്തോടെയും വേഗം ഫോണെടുത്ത് അവൾ വേദിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവനിൽ നിന്ന് അല്പം കളിയാക്കൽ കേട്ടുവെങ്കിലും ശിവ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു. പുറത്ത് വൈകുന്നേരത്തെ ഇളം ചൂടിനെ നനയിച്ചുകൊണ്ട് ചെറുമഴ ചാറ്റി തുടങ്ങി. കുളി കഴിഞ്ഞ് ബാൽക്കണിയിൽ നിന്നിരുന്ന ശിവയിൽ എന്തെന്നില്ലാത്ത പുഞ്ചിരിയും സന്തോഷമായിരുന്നു ഇന്ന്. ത്രിലോകിനൊപ്പം ചിലവിട്ട ഒരുപാട് നല്ല നിമിഷങ്ങളായിരുന്നു ആ ഉള്ളു മുഴുവൻ. തന്നിലേക്ക് നീളുന്ന അവന്റെ ചെറുനോട്ടം പോലും സന്തോഷത്തിന്റെ മൂർത്തിഭാവത്തിൽ എത്തിച്ചിരുന്നു അവളെ. നനഞ്ഞ മുടി ഒന്നാകെ എടുത്ത് ഇടം കഴുത്തിൽ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് അവൾ ചെറു കാറ്റേറ്റ് ആ മഴയിലേക്ക് കണ്ണുകൾ മാറ്റി. നിശബ്ദതയിലൂടെ കടന്നുപോയ നിമിഷങ്ങൾ. പെടുന്നനെ പിന്നിലറിഞ്ഞ അവന്റെ സാന്നിധ്യത്തിലും അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ച ആ ദൃഢമായ കൈകളിലും അവൾ ഒന്ന് വിറച്ചു. വിശക്കുന്നില്ലേ? കഴിക്കേണ്ടേ? അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എന്നാൽ ത്രിലോകിന്റെ കൈകൾ അവളിൽ കൂടുതൽ മുറുകുകയാണ് ചെയ്തത്. കഴിക്കാൻ നിന്നെ തരോ? കാതിൽ പതിഞ്ഞ നിശ്വാസത്തോടൊപ്പം അവന്റെ ആ വാക്കുകൾ കൂടെയായതും ശിവയുടെ ശരീരമാകെ ഞെട്ടലോടെയും വിറയലോടെയും പിടഞ്ഞുയർന്നുപോയി.